ഗുഡ് ആഫ്റ്റർനൂൺ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. അൻവറിന്റെ ജനപിന്തുണയിൽ ഞെട്ടി CPIM. CPIMനെ ആശങ്കയിലാക്കി PV അൻവറിന്റെ നിലമ്പൂർ പൊതുസമ്മേളനത്തിലെ ജനപങ്കാളിത്തം. ജനക്കൂട്ടത്തെ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞാണ് CPIM പ്രതിരോധമെങ്കിലും PV അൻവറിന്റെ തുടർ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് പാർട്ടി കാണുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തി PV അൻവർ ഇന്നും രംഗത്തെത്തി. PV അൻവറിന്റെ ആദ്യ പൊതുസമ്മേളനത്തിന് പ്രതീക്ഷിച്ചതിലുമപ്പുറം ജനാവലി എത്തിയതും ഇടതുപക്ഷ പ്രവർത്തകരുടെ പങ്കാളിത്തവും CPIMനെ ക്ഷീണമാണ്. എന്നാൽ ആ ജനക്കൂട്ടത്തെ കാര്യമാക്കുന്നില്ലെന്നാണ് CPIM നേതാക്കൾ പറയുന്നത്. PV അൻവറിന്റെ നീക്കങ്ങൾ ഗൗരവമായി കാണേണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളില്ലേ, അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതിയില്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറയുന്ന സമയത്ത് പലരും വന്നു കൂടും, എന്താണ് പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് CPIMനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും. അപ്പം അതിലൊരു പ്രത്യേകതയൊന്നും CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. താൻ ഇന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്തുകളുടെ ഭരണം LDFന് നഷ്ടമാകുമെന്ന വെല്ലുവിളി PV അൻവർ ആവർത്തിച്ചു. ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് LDFന് കഴിഞ്ഞു പോകും. നിലമ്പൂർ മാത്രമല്ല, ഇനി അത് പാർട്ടിയായിട്ട് ഇങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറയുന്നത്, അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് CPIM ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. സ്വർണ്ണക്കടത്ത് കേസിൽ എല്ലാം ബോധ്യമായിട്ടും തലയ്ക്ക് വെളിവില്ലാത്തതുപോലെയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നതെന്ന് അൻവറിന്റെ രൂക്ഷ വിമർശനം. എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ? ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. പൊതുസമ്മേളനത്തിലെ ജനക്കൂട്ടം നിലമ്പൂരിലെ രാഷ്ട്രീയത്തെ ബാധിക്കില്ലെന്ന് CPI നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് റഹ്മാൻ 24നോട് പറഞ്ഞു. അടുത്ത 3 ദിവസത്തെ പൊതുസമ്മേളന പരിപാടികൾ PV അൻവർ പ്രഖ്യാപിച്ചു. അൻവറിനെ ശക്തമായി പ്രതിരോധിക്കുമ്പോഴും നീക്കങ്ങളെ ജാഗ്രതയോടെ നേരിടാനാണ് CPM തീരുമാനം. 24 മലപ്പുറം. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ CPIM. വിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ PV അൻവർ മതം പറയുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് ശ്രമം. മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനാണ് അൻവറിന്റെ നീക്കമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തിരിഞ്ഞ അൻവറിനെതിരെ ഇന്നലെ ഫോൺ ചോർത്തലിന് കേസെടുത്തു. ആദ്യ പൊതുസമ്മേളനത്തിന് പിന്നാലെ രാഷ്ട്രീയമായി കൂടി അൻവറിനെ പ്രതിരോധിക്കുകയാണ് CPIM. തന്റെ വിശ്വാസം ചൂണ്ടിക്കാട്ടി PV അൻവർ നടത്തിയ പരാമർശങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി. മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക, അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കും. ഇത് UDFന്റെ ഒരു അജണ്ടയാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വന്ന ഈ രൂപത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അൻവർ ഇപ്പം നടത്തുന്ന പ്രയോഗം. CPIMന് മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പിന്തുണ ദുർബലപ്പെടുത്താനുള്ള ശ്രമമെന്ന് മന്ത്രി P രാജീവ്. ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായ നിലപാട്, ഒരു വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പശ്ചാത്തലം കേരളത്തിൽ നിലനിർത്തി പോകുന്നതിൽ ഏറ്റവും പ്രധാനമാണ്. അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം 2 വിഭാഗത്തിലുള്ള വർഗീയ ശക്തികളും മതമൗലികവാദി ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൻവർ പാർട്ടിക്ക് വെല്ലുവിളിയല്ലെന്ന മന്ത്രി V ശിവൻകുട്ടിയും പാർട്ടിക്കെതിരെ സംഘടിതമായ കള്ളപ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് പാലോളി മുഹമ്മദ് കുട്ടിയും പ്രതികരിച്ചു. തീർച്ചയായിട്ടും അൻവറും അതുപോലെ ജലീല് ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള പല ആളുകളും പാർട്ടിയിലേക്ക് വരുമ്പോൾ അയാളുടെ കൂടെയുള്ള കുറച്ച് ആളുകൾ പാർട്ടിയിലേക്ക് വരും, പോകുന്ന സമയത്ത് കുറേ ആളുകൾ പോകും. അൻവറിനെ പ്രതിരോധിക്കാനുള്ള CPIMന്റെ പുതിയ നീക്കത്തിന് മുന്നണിയിലെ ഘടകകക്ഷികളുടെ പിന്തുണ ലഭിക്കുമോ എന്നതാണ് നിർണായകം. 24 തിരുവനന്തപുരം. PV അൻവറിന്റെ പൊതുസമ്മേളന വിജയത്തിന് പിന്നാലെ UDFൽ അൻവറിന് അനുകൂല സാഹചര്യമൊരുങ്ങുന്നു. PV അൻവറിനെ വേണ്ട എന്നായിരുന്നു UDF കൺവീനർ MM ഹസൻ നേരത്തെ പറഞ്ഞതെങ്കിലും ആവശ്യമെങ്കിൽ ചർച്ച നടത്തുമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിന്റെ സൂചനയാണ്. PV അൻവറിനെ സ്വീകരിക്കുന്നതിൽ KPCC അധ്യക്ഷനും എതിർപ്പില്ല. CPIMനെ പരസ്യമായി വെല്ലുവിളിച്ച അന്ന് തന്നെ PV അൻവറിനോടുള്ള UDF സമീപനം എന്താകുമെന്ന് മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ആരാഞ്ഞിരുന്നു. അന്നൊന്നും VD സതീശൻ പ്രതികരിച്ചില്ല. നിലമ്പൂരിൽ വൻ ജനാവലി അണിനിരത്തിയുള്ള PV അൻവറിന്റെ പൊതുയോഗം കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് അൻവറിന്റെ UDF പ്രവേശന ചർച്ചയിൽ ആദ്യമായി പ്രതികരിച്ചത്. അൻവറിന്റെ മുന്നണി പ്രവേശന സാധ്യത VD സതീശൻ തള്ളിയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല. അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും. അതേ 2 ദിവസമായില്ലേ LDFലല്ലായിരുന്ന ഇത്രയും ദിവസം? LDFലായിരുന്നല്ലോ.
ഇപ്പോഴല്ലേ മാറിയത്. അല്ല, അദ്ദേഹം എന്തായാലും LDFന്റെ ഭാഗമല്ലല്ലോ. ഇപ്പോൾ LDFന്റെ ഭാഗമല്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തോട് ഞങ്ങൾ ഒരു നിലപാടൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. PV അൻവറിനെതിരെ കേസെടുത്ത നടപടിയെ പ്രതിപക്ഷ നേതാവ് രൂക്ഷമായി വിമർശിച്ചു. അപ്പോൾ CPMന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് തെറ്റായ നടപടികൾ കാണിച്ചാലും അത് പൂർണ്ണമായി സംരക്ഷിക്കും. CPMൽ നിന്ന് പുറത്തു പോയാൽ അപ്പം നടപടിയെടുക്കും പിറ്റേ ദിവസം. ഇതെന്തൊരു കാട്ടുനീതിയാണ് കേരളത്തിൽ. PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPMനെതിരെയും ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ നൽകുവാൻ നേരത്തെ തന്നെ UDF തീരുമാനിച്ചതാണ്. UDFന് PV അൻവറിനെ പോലെയുള്ളവരെ വേണ്ടെന്ന് മുന്നണി കൺവീനർ MM ഹസൻ പരസ്യ നിലപാടെടുത്തിരുന്നു. ഇതിനെ പരോക്ഷമായി തള്ളുന്ന നിലപാടാണ് ഇന്ന് VD സതീശൻ സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ DNA പരാമർശം തെറ്റായാണ് വ്യാഖ്യാനിച്ചതെന്ന് PV അൻവർ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു. തെറ്റുതിരുത്തിയാൽ കോൺഗ്രസിലേക്ക് മടങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന നിലപാടാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ സ്വീകരിച്ചത്. സതീശന്റെയും സുധാകരന്റെയും നിലപാട് വ്യക്തമായതോടെ നിലമ്പൂരിലെ ഗ്രൂപ്പ് താൽപര്യങ്ങളുടെ ബലാബലവും അപ്രസക്തമായി. പൊളിറ്റിക്കൽ ഡെസ്ക് 24. മുഖ്യമന്ത്രി പിതൃതുല്യൻ എന്ന PV അൻവറിന്റെ മുൻ പരാമർശം സൂചിപ്പിച്ച് വിമർശനവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ. കുടുംബ വഴക്കുണ്ടായാൽ വാപ്പയെ ആരെങ്കിലും കുത്തിക്കൊല്ലുമോ എന്നാണ് LDF കൺവീനറുടെ ചോദ്യം. താങ്ങാൻ പറ്റാത്ത മാനസിക പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അങ്ങനെ പലതും സംഭവിക്കുമെന്നാണ് PV അൻവറിന്റെ മറുപടി. അൻവർ ബാപ്പയെ പോലെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ പല പ്രയാസം ഉണ്ടാവില്ല. അപ്പം ബാപ്പേനെ ആരെയും കുത്തിക്കൊല്ലലുണ്ടോ? അച്ഛനെ കുത്തിക്കൊല്ലു ആരെങ്കിലും ഒരു കുടുംബ വഴക്കുണ്ടായ? അതാണ് ഇതിന്റെ പ്രശ്നം. അത് നിങ്ങൾ അൻവറോട് ചോദിച്ചാണ്. ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പിതാവിനെ കുത്തിക്കൊന്ന് മകൻ ആത്മഹത്യ ചെയ്തു പത്രത്തിൽ വായിക്കില്ലേ? അത് നടക്കണ്ടല്ലോ. അതാണ്, അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്കൊന്നിട്ടുണ്ട്. ചിലർ തൂങ്ങി മരിക്കലുണ്ട്, ചിലർ നാട് വിട്ടലുണ്ട്, ചിലർ നേരെ നിൽക്കലുണ്ട്. അതിലേതിലാ ഞാനെന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. PV അൻവറിനെതിരെ ഫോൺ ചോർത്തൽ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ അൻവറിന്റെ പാർക്കിലെ നിർമ്മാണങ്ങൾ പൊളിക്കാനും തീരുമാനം. കോഴിക്കോട് കക്കാടംപൊയിലെ പാർക്കിലെ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങളാണ് ഉടൻ പൊളിക്കുക. ഇതിനായി കൂടരഞ്ഞി പഞ്ചായത്ത് വീണ്ടും ടെൻഡർ വിളിച്ചു. നേരിടാൻ തയ്യാറാണ് എന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയോടും CPIMനോടും പോരിനിറങ്ങിയ PV അൻവറിനെ പൂട്ടാനാണ് സർക്കാർ തീരുമാനം. ഫോൺ ചോർത്തലിൽ പരാതി ലഭിച്ച് 23 ദിവസത്തിന് ശേഷം കേസെടുത്തതിന് പിന്നാലെയാണ് PV അൻവറിന്റെ പാർക്കിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാനുള്ള നീക്കം. ഇതിനായി LDF ഭരിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്ത് വീണ്ടും ടെൻഡർ വിളിച്ചു. അനധികൃത നിർമ്മാണങ്ങൾ റിസോർട്ട് ഉടമകൾ സ്വയം പൊളിച്ചു മാറ്റണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെയുള്ള ജില്ലാ കളക്ടർ ഉത്തരവിൽ പറയുന്നത്. ഇല്ലെങ്കിൽ പഞ്ചായത്തിന് മുൻകൈയെടുത്ത് നീക്കം ചെയ്യാം. സെപ്റ്റംബർ മാസം 13-ാം തീയതി പഞ്ചായത്ത് നടത്തിയ ടെൻഡറിൽ ആരും പങ്കെടുത്തിരുന്നില്ല. പിന്നാലെ 4 ദിവസം മുമ്പാണ് വീണ്ടും ടെൻഡർ വിളിച്ചത്. ഇതിലും ആരും പങ്കെടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാട്ടരുവി തടഞ്ഞുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാനാണ് തീരുമാനം. വിഷയത്തിൽ PV അൻവറിന്റെ പ്രതികരണം ഇങ്ങനെ: അവിടെ പോയി നോക്കി തടയണുണ്ടോന്ന്. എവിടെ പോയിട്ട് ഒരു മാന്തന് ഇതിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു വാറോല കൊടുക്കും, അതിന് ഓർഡർ വരും. ഞാൻ ആ വഴിക്കന്നെ പോകില്ല. ഇപ്പൊ ഭയങ്കര സ്പീഡ് ഉണ്ടാവുന്നു, ഹൈ സ്പീഡ് മെഷീനുകൾ വരും. പിന്നെ പ്രതിപക്ഷ നേതാവിനോട് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇപ്പൊ എന്താ പാർക്ക് എന്താ പൊളിക്കണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്കൊരു കുമ്പിൾ കഞ്ഞി ഉണക്കമീനും ഒരു തോർത്തുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നു പറഞ്ഞു. പിന്നെ എനിക്ക് എന്ത് പേടിക്കാനാണ്? നിർമ്മാണങ്ങൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട് 8 മാസത്തിന് ശേഷമാണ് നടപടി വേഗത്തിലാക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കോഴിക്കോട്ടെ വ്യവസായി മാമിയുടെ തിരോധാനത്തിൽ PV അൻവർ പങ്കെടുക്കുന്ന വിശദീകരണ യോഗം ഇന്ന്. മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയാണ് സംഘാടകർ. വൈകിട്ട് കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുന്ന യോഗത്തിൽ മാമിയുടെ കുടുംബവും പങ്കെടുക്കും. മാമി കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ യോഗത്തിൽ വെളിപ്പെടുത്തുമെന്ന് PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ADGP MR അജിത് കുമാറിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് PV അൻവർ ആരോപണം ഉന്നയിച്ചതോടെയാണ് മാമി തിരോധാന കേസ് വീണ്ടും ചർച്ചയായത്. പിന്നാലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ADGP MR അജിത് കുമാറിന്റെ മൊഴി. ഗൂഢാലോചനയിൽ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കാളികളാണ്. RSS നേതാക്കളെ കണ്ടത് 5 മിനിറ്റ് സമയം, പരിചയപ്പെട്ടത് സ്വന്തം ഇഷ്ടപ്രകാരമെന്നും മൊഴി. DGP ദർവേഷ് സാഹിബിന് നൽകിയ മൊഴിയിലാണ് നിർണായക വിവരങ്ങൾ. 8 മണിക്കൂറോളം സമയമെടുത്താണ് മൊഴി രേഖപ്പെടുത്തിയത്. തനിക്കെതിരായ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗം. ഇതിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളികളാണ്. താനും അൻവറും തമ്മിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ആരോപണമുന്നയിച്ചത് കൃത്യമായ ഗൂഢാലോചന. RSS നേതാക്കളെ കണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരം. തൃശൂരിൽ സുഹൃത്ത് ജയകുമാറിനൊപ്പം ദത്താത്രേയ ഹൊസവലയെ കണ്ടു, പരിചയപ്പെട്ടു. മുൻ SP ഉണ്ണിരാജൻ സ്ഥലത്തുണ്ടായിരുന്നു.
ഇന്ത്യ ടുഡേ പരിപാടിയിൽ കോവളം ലീല ഹോട്ടലിൽ വെച്ചാണ് രാംമാധവിനെ കണ്ടത്. രാവിസ് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ആശിഷിനൊപ്പമാണ് പരിചയപ്പെട്ടത്. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കളെ അവസരം കിട്ടുമ്പോൾ പരിചയപ്പെടാറുണ്ട്. ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായകരമാകും. അത് തെറ്റല്ലെന്നും നേതാക്കളെ പരിചയപ്പെടുന്നത് തുടരുമെന്നുമാണ് ADGPയുടെ മൊഴി. പൂരം കലക്കൽ ഉൾപ്പെടെ 11 വിഷയങ്ങളിലാണ് ADGPയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ കേരളത്തെ നടുക്കിയ PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ DGP ദർവേഷ് സാഹിബിന്റെ അന്വേഷണം ശാസ്ത്രീയമായി തുടരുകയാണ്. ഇതിനിടയിലാണ് ADGP MR അജിത് കുമാർ നിർണായക മൊഴി നൽകിയത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗൂഢാലോചനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളികളാണ് എന്നതും ഈ അന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കും. അന്വേഷണ റിപ്പോർട്ടിന് ശേഷം ഗൂഢാലോചന പ്രത്യേകം അന്വേഷിക്കേണ്ടി വരുമെന്നതാണ് ലഭിക്കുന്ന സൂചന. ദീപക് ധർമ്മടം, 24. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായക ദിനമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. താരസംഘടന അമ്മയും WCCയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ സിദ്ദിഖിന്റെ വാദം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ സിദ്ദിഖിന്റെ മകൻ ഷഹീനും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ തിരുവനന്തപുരത്തു നിന്നുള്ള ടീം കൊച്ചിയിൽ തമ്പടിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്, അതുപോലെ ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, സുപ്രീം കോടതിയിലേക്കാണ് എല്ലാ കണ്ണുകളും. എന്താണ് കോടതിയുടെ തീരുമാനം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. എപ്പോഴേക്ക് കേസ് പരിഗണിക്കാനാണ് സാധ്യത? വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, സുപ്രീം കോടതിയുടെ 13ാമത്തെ കോടതി ബേല ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഈ ബെഞ്ചിന് മുന്നിൽ 62ാമത്തെ ഐറ്റമായാണ് സിദ്ദിഖിന്റെ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 53ാമത്തെ ഐറ്റമാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ ലഞ്ച് ബ്രേക്കിനുള്ള സമയമാണ് ഇത് എങ്കിൽ പോലും ഇപ്പോഴും ഈ ഹർജികൾ 53ാമത്തെ ഐറ്റം ഇപ്പോൾ പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലഞ്ച് ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അല്പസമയത്തിനകം തന്നെ സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കും. അല്ലാത്ത പക്ഷം ഉച്ചയൂണിന് ശേഷമായിരിക്കും പരിഗണിക്കുക. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമാണ് സുപ്രീം കോടതിയിൽ നിന്നും വരാനിരിക്കുന്ന തീരുമാനം എന്നുള്ളത്. ഹൈക്കോടതിയിൽ നിന്നും കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ്, അഭിഭാഷകനായ മുകുൾ റോത്തഗി, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള മറ്റ് അഭിഭാഷകർ, കൂടാതെ കേരള ഹൈക്കോടതിയിൽ സിദ്ദിഖിന്റെ കേസ് കൈകാര്യം ചെയ്ത അഭിഭാഷകർ അടക്കമുള്ളവർ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പായി രാവിലെ ഷഹീൻ സിദ്ദിഖ് മറ്റ് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. അതേസമയം സർക്കാരിന് വേണ്ടി ഈ കേസിൽ ഹാജരാകുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയാണ്. ഐശ്വര്യ ഭാട്ടിയും ഈ SIT അംഗമായ മെറിൻ ജോസഫും ഇന്ന് രാവിലെ ചർച്ച നടത്തിയിരുന്നു. സുപ്രീം കോടതിയിൽ ഐശ്വര്യ ഭാട്ടിയുടെ ചേംബറിൽ വെച്ചായിരുന്നു ഈ ചർച്ചകൾ. ഈ കേസിന്റെ അന്വേഷണ പുരോഗതി അടക്കമുള്ള വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷക സർക്കാരിനെതിരെ അന്വേഷണത്തിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചാൽ അത് കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ അത് സർക്കാരിനെ കടുത്ത തോതിൽ ബാധിക്കും. സിദ്ദിഖിന് വേണ്ടി പ്രധാനമായും അമ്മയും ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് കൂടി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ കീഴടങ്ങാൻ അനുവദിക്കാതെ അറസ്റ്റിനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് സജീവമാക്കുന്നുണ്ട് SIT. വിവരങ്ങൾ എന്താണ്? അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ ശ്രീകാന്ത്? റീജിത്ത്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായാൽ കീഴടങ്ങുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയും നടൻ സിദ്ദിഖിന് മുന്നിലില്ല. അങ്ങനെ അഭിഭാഷകരുമായി സംസാരിച്ച് കീഴടങ്ങുന്നതിനുള്ള സാധ്യതകളും അത് പ്ലാൻ B എന്ന നിലയിൽ അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെത്തിയാണ് സ്വാഭാവികമായും കീഴടങ്ങേണ്ടത്. തിരുവനന്തപുരത്ത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതിന് കീഴിൽ വരുന്ന മജിസ്ട്രേറ്റ് കോടതിയിലോ കീഴടങ്ങാനാണ് നിലവിൽ സിദ്ദിഖ് ആലോചിക്കുന്നത് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെന്തായാലും സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ മാത്രമേ ഉണ്ടാകൂ. പരമാവധി കോടതിയിൽ കീഴടങ്ങുക എന്നുള്ളതിനാണ് സിദ്ദിഖ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് നിന്നും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. SIT ആസ്ഥാനത്താണ് ക്യാമ്പ് ചെയ്യുന്നത്. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയാൽ പെട്ടെന്ന്
അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം. 4 സംഘങ്ങളായി തിരിഞ്ഞ് വിവിധയിടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും സിദ്ദിഖിനെ കീഴടങ്ങാൻ അനുവദിക്കരുത് എന്ന തീരുമാനത്തിൽ SIT എത്തിയിട്ടുണ്ട്. 62ാമത്തെ ഐറ്റമായി കേസ് സുപ്രീം കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിൽ തള്ളിയാൽ അടുത്ത നടപടി പോലീസ് സ്വീകരിക്കും. തൊട്ടു പിന്നാലെ കീഴടങ്ങുക എന്ന നടപടിയുമായി സിദ്ദിഖ് മുന്നോട്ട് പോകും. കാത്തിരുന്ന് കാണാം. ശരി, എസ് ശ്രീകാന്ത് തുടരുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ശ്രീകാന്ത് പങ്കുവയ്ക്കും. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുരങ്ങനെത്തി. റൺവേക്ക് സമീപമാണ് കുരങ്ങനെ കണ്ടത്. കുരങ്ങനെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. പ്രേക്ഷകർ അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇത് എവിടെ നിന്ന് വന്നു, എന്താണ് വിവരങ്ങൾ, ഇതിനെ പിടികൂടാനുള്ള ശ്രമം ഏത് ഘട്ടത്തിൽ? ശ്രീകാന്ത്, ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് റീജിത്ത്. അത് ഉദ്യോഗസ്ഥർക്കും അക്കാര്യത്തിൽ കൃത്യമായ വിവരമില്ല. എയർപോർട്ട് അധികൃതർ അവരെ വലയ്ക്കുകയാണ് ഈ കുരങ്ങിപ്പോൾ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ റൺവേയിലും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലും അടക്കം നിലവിലിപ്പോൾ ഈ കുരങ്ങ് നടക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഈ കുരങ്ങിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നു. കുരങ്ങ് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എങ്ങനെയും അതിനെ പിടിച്ച് കൂട്ടിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രമിക്കുന്ന കാര്യം. യാത്രക്കാരെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമുണ്ട്. അതിനാൽ തന്നെ തിടുക്കപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ശരി, എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് കുരങ്ങൻ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റൺവേക്ക് സമീപമാണ് കുരങ്ങനെ കണ്ടത്. അതിനെ പിടികൂടാനുള്ള ശ്രമമാണ് അവിടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ശ്രീകാന്ത് അതിൻ്റെ വിവരങ്ങൾ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകളെ മയക്കുവെടിവെക്കില്ല. കുരങ്ങുകളെ കൂട്ടിലെത്തിക്കാൻ തീവ്ര ശ്രമം ഇപ്പോഴും തുടരുകയാണ്. സംഭവത്തിൽ ജീവനക്കാർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് മൃഗശാല ഡയറക്ടർ PS മഞ്ജുളാദേവി പറഞ്ഞു. കുരങ്ങുകൾ സ്വാഭാവികമായി തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മഞ്ജുളാദേവി വ്യക്തമാക്കി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഇപ്പോഴും ചാടിപ്പോയ 3 കുരങ്ങുകളെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമം എങ്ങനെയാണ് നടക്കുന്നത്? മൃഗശാല അധികൃതർ ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്ന കാര്യം എന്താണ് അജീഷ്? റീജിത്ത്, രാവിലെ 8:45 ഈ സംഭവം നടക്കുന്നത്. ഈ മൃഗശാലയ്ക്കകത്ത് ഏറ്റവും പിന്നിലായിട്ടാണ് ഈ ഹനുമാൻ കുരങ്ങുകളുടെ ഈ കൂടല്ല, ഇത് ഓപ്പൺ സ്ഥലമാണ്. ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഈ മഴ പെയ്ത സമയത്ത് ഈ കൂടിന് പുറത്തുള്ള ഈ ഒരു മുളങ്കൂട്ടം ഈ കൂടിൻ്റെ ഭാഗത്തേക്ക് ചായുകയും ചെയ്തു. ഈ ചാഴ്ന്ന സമയത്ത് ഇതിൽ തൂങ്ങിയാണ് ഈ കുരങ്ങുകൾ പുറത്തേക്ക് കടന്നത്. 3 പെൺകുരങ്ങുകളും ഒരു ആൺകുരങ്ങുമായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പെൺകുരങ്ങുകൾ രാവിലെയോടെ ഈ പുറത്തേക്ക് കടക്കുകയായിരുന്നു. ഉടൻ തന്നെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ മുളങ്കാട് ഇത് വെട്ടി മാറ്റുകയായിരുന്നു. അതുകൊണ്ട് ഈ ആൺകുരങ്ങും രക്ഷപ്പെട്ടില്ല. അത് ഈ ഭാഗത്ത് തന്നെ, ഈ കൂട്ടിനകത്ത് തന്നെ ഉണ്ട്. ഈ 3 കുരങ്ങുകൾ ഇപ്പോൾ ഇതിനടുത്തുള്ളൊരു മരത്തിലാണ് ഉള്ളതെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിന് തൊട്ടടുത്തായി തന്നെ ഇതിൻ്റെ കെയർടേക്കർമാരടക്കമുള്ളവരെല്ലാവരും ചുറ്റുമുണ്ട്. ഇതിനെ ഈ ഭക്ഷണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് താഴേക്ക് ഇറക്കാനുള്ളൊരു ശ്രമം നടക്കുന്നതായാണ് ജീവനക്കാർ പറയുന്നത്. ഇപ്പോൾ നേരത്തെ മ്യൂസിയം ഡയറക്ടർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇത് സ്വാഭാവികമായി ഇതിനെ ഭക്ഷണം കൊടുത്ത് താഴെ ഇറക്കും. അതായത് ഈ ആൺകുരങ്ങ് കൂടെ ഉണ്ടായിരുന്ന ആൺകുരങ്ങ് താഴെ ഉള്ളതിനാൽ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ സ്വാഭാവികമായി ഈ ഭക്ഷണം കഴിക്കാൻ ഈ ആൺകുരങ്ങിനടുത്തേക്ക് തന്നെ തിരിച്ചെത്തും. അങ്ങനെ ഇതിനെ എത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. മയക്കുവെടി വെക്കില്ല. മയക്കുവെടി വയ്ക്കാനുള്ളൊരു സാധ്യത അവർ പൂർണ്ണമായും തള്ളിക്കളയുന്നു. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ മരത്തിന് മുകളിലിരിക്കുന്ന കുരങ്ങ് താഴെ വീണതിന് ജീവഹാനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത ഇപ്പോൾ അവർ പരിഗണിക്കുന്നതേയില്ല. ഇപ്പോൾ എന്തായാലും ഏതാണ്ട് 3-4 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഈ കുരങ്ങ് ഇപ്പോഴും ഈ വെളിയിൽ, ഈ കൂടിൻ്റെ വെളിയിൽ കഴിയുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ട് വിട്ട് ഇതുവരേക്കും പുറത്ത് പോയിട്ടില്ല. കഴിഞ്ഞ വർഷം ചാടിപ്പോയ ഈ ഹനുമാൻ കുരങ്ങും ഇന്ന് ചാടിപ്പോയ ഈ കുരങ്ങിൻ്റെ കൂട്ടത്തിലുണ്ട്. കൂടാതെ 2 പെൺകുരങ്ങുകളാണ് ഉള്ളത്. എന്തായാലും ഇതിപ്പോൾ തന്നെ ഇവരുടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൺമുന്നിൽ തന്നെ ഈ കുരങ്ങുകളുണ്ട്. ഇതിനുള്ളിലാണ് നമ്മളിപ്പോൾ കാണുന്ന ഇതിൻ്റെ നമ്മൾ പുറത്ത് ഭാഗത്താണുള്ളത്. ഇന്ന് ഇതിനകത്താണ് ഉള്ളത്. ഇന്ന് മൃഗശാലയ്ക്ക് അവധിയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ ശല്യപ്പെടുത്തി ഇതിനെ പുറത്തേക്ക് ഓടിക്കുന്ന ഒരു നടപടിയിലേക്ക് എന്തായാലും മ്യൂസിയം അധികൃതർ പോയില്ല. അതിനെ സ്വസ്ഥമായി വിട്ട് അതിനെ ഈ ഭക്ഷണം കഴിക്കാനുള്ളൊരു സമയമാകുമ്പോൾ രാവിലെ 11 മണിക്കായിരുന്നു അതിൻ്റെ ഒരു ഫീഡിംഗ് ടൈം. ഇനി അടുത്തിന് ഉച്ചയ്ക്ക് വീണ്ടും ഇനിയൊരു 3ാമത്തെ ഫീഡിംഗ് സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ഇത് തിരികെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മ്യൂസിയം അധികൃതർ ഉള്ളത്. ശരി, അജീഷ് ജയകുമാർ മൃഗശാലയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മൃഗശാല ഡയറക്ടർ PS മഞ്ജുളാദേവി പറയുന്നു, കുരങ്ങുകൾ സ്വാഭാവികമായി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഭക്ഷണം കഴിക്കുന്നൊരു സമയമൊക്കെ ഉണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് ഈ കുരങ്ങുകൾ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് മൃഗശാല അധികൃതർ പങ്കുവെക്കുന്നത്.
മഞ്ജുളാദേവിയുടെ പ്രതികരണത്തിലേക്ക്. ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ മുളങ്കൂട്ടങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ ഒരു ബ്രാഞ്ച് ചാഞ്ഞു വന്നാണ് ഇത് എസ്കേപ്പ് ആയത്. 3 എണ്ണത്തിന് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അത് ആ ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്തു. ഇപ്പം ഉള്ളതൊരെണ്ണം സേഫാണ്. മറ്റവരുടെ മരത്തിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. നിരീക്ഷണം 3 ഉണ്ട്. 2 മരത്തിലായിട്ട് 3 ഇരിപ്പുണ്ട്. മെയിൽ അത് കാരണം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും, ഈ മെയിൽ ഇതും ഫീമെയിൽസുമായിട്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസ്. കോട്ടയം പൊൻകുന്നത്തും കൊല്ലം പൂയപ്പള്ളിയിലുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. കമ്മിറ്റിക്ക് മുമ്പിൽ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയ അതിജീവിതകളെ അന്വേഷണ സംഘം നേരിൽ കണ്ട് മൊഴിയെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹൈക്കോടതി വടിയെടുത്തതിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത്. കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരെ അന്വേഷണ സംഘം നേരിൽ കണ്ടു. ഇതിലൊരു യുവതിയുടെ പരാതിയിലാണ് മേക്കപ്പ് മാനെതിരെ 354 വകുപ്പ് പ്രകാരം പൊൻകുന്നം പോലീസ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം പൂയമ്പള്ളി പോലീസും കേസെടുത്തു. വാട്സാപ്പിലൂടെ അശ്ലീല സന്ദേശം അയച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെയാണ് കേസ്. ഇരയുടെ മൊഴി രേഖപ്പെടുത്തി. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ച നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം 3-ാം തീയതി ഹൈക്കോടതിയെ അറിയിക്കും. ചെറുമീനുകൾക്കപ്പുറം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വമ്പൻ സ്രാവുകളുടെ അടുത്തേക്ക് അന്വേഷണ സംഘത്തിന് എത്താനാകുമോ എന്നതാണ് ചോദ്യം. വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗികാതിക്രമ പരാതി. ആലുവ സ്വദേശിയായ നടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയത്. 2007 ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്താണ് ലൈംഗികാതിക്രമം നേരിട്ടത് എന്നാണ് നടി പറയുന്നത്. സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഹോട്ടലിൽ താമസിക്കുമ്പോൾ മുറിയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. വിവരം പുറത്തു പറഞ്ഞാൽ സിനിമയിൽ നിന്ന് സീനുകൾ ഒഴിവാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. എം മുകേഷ് MLA, ജയസൂര്യ ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ നടി മുമ്പ് പരാതി നൽകിയിരുന്നു. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുനൽകാതെ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മൃതദേഹം പഠനത്തിനായി ഏറ്റെടുക്കാൻ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തീരുമാനമെടുത്ത ഹിയറിംഗിൽ വീഴ്ചയുണ്ടായി എന്ന ആരോപണം പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകി. വീണ്ടും ഹിയറിംഗ് നടത്താൻ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മേധാവിയെ ചുമതലപ്പെടുത്താൻ കഴിയുമോ എന്ന് സർക്കാർ അറിയിക്കണം. ജസ്റ്റിസ് VG അരുൺ വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുനൽകുന്നതിനെതിരെ ലോറൻസിന്റെ മകൾ ആശയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം അമരാവതിയിലെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ആന്ധ്രയിൽ വിവിധ പദ്ധതികൾ ആരംഭിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. 8 സ്ക്രീനുകളുള്ള ഐമാക്സ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഉൾക്കൊള്ളുന്ന ഷോപ്പിംഗ് മാൾ വിശാഖപട്ടണത്ത് ഉയരും. ആഗോള നിലവാരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ തിരുപ്പതിയിലും വിജയവാഡയിലും തുടങ്ങും. ഇതോടൊപ്പം അത്യാധുനിക ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും ആന്ധ്രയിൽ ലുലു മോൾ സ്ഥാപിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന് ഇന്ന് നിർണായക ദിനമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, കേസ് എടുത്തിരിക്കുന്നു കോടതി, ഇപ്പോഴത് ഹർജി എടുത്തിരിക്കുന്നു കോടതി, ഇപ്പോഴത് പരിഗണിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ്, ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇന്നത്തെ ദിനം. സിദ്ദീഖിന്റെ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ 13-ാം നമ്പർ കോടതി പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് ബേല M. ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സിദ്ദീഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ ഹാജരായിരിക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച ആദ്യ വാദം എന്നുള്ളത് തന്റെ കക്ഷി ഒരു സിനിമ താരമാണ്, സിനിമ നടനാണ്. അദ്ദേഹം 8 വർഷം മുമ്പുള്ള ഒരു സംഭവത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു സംഭവത്തിന്റെ പേരിലാണ്
ഇപ്പോൾ 2024 അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ന കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയാണ് ഹാജരായിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അദ്ദേഹം പ്രധാനമായും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യം എന്നുള്ളത് ഈ അമ്മയും WCCയും തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഒരു കേസിന് ഇടയാക്കിയത്. ആ തർക്കത്തിൽ രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിൽ ഇരയാക്കപ്പെടുകയായിരുന്നു സിദ്ദിഖ് എന്നുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ തെറ്റുകളല്ല, രണ്ട് സംഘടനകളിൽ തമ്മിലുള്ള പോരാണ് ഇത്തരത്തിൽ താൻ ഈ കേസിൽ ഇരയാക്കപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായ രൂക്ഷമായ പരാമർശങ്ങൾ സിദ്ദിഖിനെതിരെ ഉണ്ടായിരുന്നു. അക്കാര്യം ഉൾപ്പെടെ സിദ്ദിഖ് തന്റെ ജാമ്യാപേക്ഷയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് സുപ്രീം കോടതിയിൽ. പ്രധാനമായും ഈ കേസ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തീരുമാനം അത് തെറ്റാണ് എന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യ അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ ഒരു കാരണമാക്കാമോ എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത്. പരാതി നൽകാൻ 8 വർഷമെടുത്തു എന്നത് കൊണ്ട് തന്നെ മാത്രം മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ളതും സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുതിർന്ന അഭിഭാഷകനായ മുകുൾ റോത്തഗി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്തതിലെ കാലതാമസം വിശദീകരിക്കാനാകാത്തത് അതിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് എന്നും ഈ സംഭവം നടന്ന് 8 വർഷങ്ങൾക്ക് ശേഷം ആണ് ഇക്കാര്യത്തിൽ പരാതി ഉണ്ടാകുന്നതും FIR രജിസ്റ്റർ ചെയ്യുന്നതും തുടർന്ന് മറ്റ് നടപടികളിലേക്ക് പോകുന്നതും എന്നുമാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കേസിൽ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു. അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകയായ വൃന്ദ ഗ്രോവർ ആണ്. അവർ എന്ത് നിലപാടെടുക്കും, സർക്കാരിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കാമോ എന്നുള്ളതും ഏറെ നിർണായകമാറും. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിൽ മുൻ അനുഭവങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ സ്ത്രീ പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ കടുത്ത നിലപാടുകൾ എടുക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ബെഞ്ചിൻ്റേത് എന്നുള്ളതും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതേസമയം ഇത് നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും ഉന്നയിച്ച വാദങ്ങൾക്ക് വ്യത്യസ്തമായിക്കൊണ്ട് രണ്ട് സംഘടനകൾ ഈ വ്യക്തിപരമായി ഈ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ മറ്റ് കാര്യങ്ങൾ മറ്റ് 14 പേർക്കെതിരെ കൂടി ഇത്തരത്തിൽ പരാതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. വ്യക്തിഹത്യ എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ഒഴിവാക്കിക്കൊണ്ട് രണ്ട് സംഘടനകൾ പരാതി നൽകാൻ വൈകി എന്നുള്ള കാര്യമാണ് സിദ്ദിഖ് പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അതിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ പരാതി നൽകാൻ വൈകുന്നത് വീഴ്ചയായി കാണാൻ കഴിയില്ല എന്ന് എത്രയോ കേസുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിരീക്ഷണമുള്ളതാണ്. ഹൈക്കോടതി കഴിഞ്ഞ തവണ അത് പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിനോടകം തന്നെ നിർണായകമായ തെളിവുകൾ, ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ ഈ മെഡിക്കൽ രേഖകളായിക്കോട്ടെ, അതുപോലെ ഈ ഹോട്ടലിലെ റിസപ്ഷൻ രേഖകളായിക്കോട്ടെ, അങ്ങനെ നിർണായകമായ തെളിവുകൾ ശേഖരിച്ച ആത്മവിശ്വാസം കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനം എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് സിദ്ദിഖ്? റിജിത്ത്, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇവർ മുൻ കേസുകളിൽ എടുത്ത തീരുമാനം അനുസരിച്ച്, അവരുടെ മുൻ ഉത്തരവുകൾ അനുസരിച്ച് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ കടുത്ത നിലപാട് എടുക്കുന്ന ഒരു ബെഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കഠിനമായ ഒരു പരീക്ഷണം എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ സിദ്ദിഖിന് വേണ്ടി ഹാജരായിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ സിദ്ദിഖ് നേരത്തെ അഭിഭാഷകരുമായി സിദ്ദിഖിൻ്റെ മകൻ ഷെയ്ൻ സിദ്ദിഖ് ഇന്നലെയും ഇന്ന് രാവിലെയും ചർച്ചകൾ നടത്തിയിരുന്നു. ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പായി 2 തവണ ചർച്ചകൾ നടത്തിയിരുന്നു. ഹൈക്കോടതിയിൽ സിദ്ദിഖിൻ്റെ കേസ് കൈകാര്യം ചെയ്ത അഭിഭാഷകരുടെ സംഘം ഉൾപ്പെടെ ചേർന്നാണ് ഈ ചർച്ചകൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കണം തുടർന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ നിയമോപദേശം സിദ്ദിഖ് തേടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ.
പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഏത് തരത്തിൽ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് സിദ്ദിഖ്. അത്തരത്തിലുള്ള നടപടികൾ, തയ്യാറെടുപ്പുകൾ ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അടുത്ത നിലപാട് എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. 29 കേസുകൾ ആണ് ഈ ഇൻഡസ്ട്രിയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആകെ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ കേസിന്റെ വാദത്തിനിടെ സിദ്ദിഖിന് വേണ്ടി ഈ കേസിൽ പ്രധാനമായും ഈ കാലതാമസം ഒരു പ്രധാന വിഷയമായി ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകനായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളത്. അദ്ദേഹം വാദം ആരംഭിച്ചു തന്നെ ഈ വിഷയത്തിലായിരുന്നു. എന്നാൽ ഇത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയിലെ മാത്രം വിഷയമല്ല എന്ന കാര്യമാണ് ഐശ്വര്യ ഭാട്ടി ഈ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കോടതിയിൽ നിന്നും വരാനിരിക്കുന്ന തീരുമാനം. ഇതുവരെയും കടുത്ത നിലപാടുകൾ ഇത്തരം കേസുകളിൽ സ്വീകരിച്ച ഒരു ചരിത്രമുള്ള ഒരു ബെഞ്ചാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം, അതിനിർണായകം എന്ന് വിശേഷിപ്പിക്കാവുന്ന തീരുമാനം അല്പസമയത്തിനകം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതാ ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം, സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പരാതി നൽകാൻ വൈകിയതടക്കം ചൂണ്ടിക്കാട്ടിയുള്ള മുതിർന്ന അഭിഭാഷകരുടെ അതിശക്തമായ വാദങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, സിദ്ദിഖിന് ആശ്വാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്നു. മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു സുപ്രീം കോടതി. ട്രയൽ കോടതി നടപടികളും അന്വേഷണവും പുരോഗമിക്കട്ടെ എന്നുള്ള നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. വിവരങ്ങൾ എന്താണ് ബൽറാം നെടുങ്ങാടി? റിജിത്ത്, സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന തീരുമാനം. അപ്രതീക്ഷിതം, ഏറ്റവും കടുത്ത ഒരു തീരുമാനം പോലും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകരുടെ സംഘം ഇന്ന് ഈ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നത്. മകൻ ഷഹീൻ സിദ്ദിഖ് അടക്കമുള്ളവർ എത്തിയിരുന്നത്. എന്നാൽ വലിയ ആശ്വാസം ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിലും വലിയ ആശ്വാസം ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും വേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങുന്ന ബെഞ്ചിന്റെ ഭാഗത്തു ബൽറാമിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ അച്യുതൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു സിദ്ദിഖിന് സുപ്രീം കോടതി. എന്താണ് കോടതി വ്യക്തമാക്കിയത് അച്യുതൻ? റിജിത്ത, കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകയോട് സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യം എന്നുള്ളത് ഈ 8 വർഷത്തോളം പരാതിക്കാരി എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. അതായത് ആ കാലതാമസം എന്തിനു വേണ്ടി എടുത്തു എന്നൊരു പ്രധാന ചോദ്യം അത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകയോട് ഉന്നയിച്ചു. അതിനുശേഷം ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക അറിയിച്ചത് സിദ്ദിഖ് ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു പ്രധാന നടനാണ് എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഫേസ്ബുക്കിലൂടെ ഈ പരാതിക്കാരിയെ സമീപിക്കുകയും മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്തു. മൊത്തത്തിൽ 29 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട SIT പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരുന്നതായും അഭിഭാഷക അറിയിച്ചു. എന്നാൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ അതിനെ എതിർത്തുകൊണ്ട് 29 കേസുകൾ അത് ഇൻഡസ്ട്രിയിൽ മൊത്തമായി ഉള്ളതാണ്. എന്നാൽ ഇവിടെ ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം ധരിപ്പിക്കുകയുണ്ട്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നിലവിൽ ട്രയൽ കോടതി നടപടികളും ഇതുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം പുരോഗമിക്കട്ടെ എന്നതായിരുന്നു സുപ്രീം കോടതി സ്വീകരിച്ച ഒരു സമീപനം. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം സിദ്ദിഖിന് അനുവദിച്ചിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ച വലിയൊരു ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചയിടത്താണ് ഏറ്റവും മുകളിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശ്വാസം ഉണ്ടായത്. ജസ്റ്റിസുമാരായ ബേല ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ ആണ് ഈ മുൻകൂർ ജാമ്യം പരിഗണിച്ചത്. അതിൽ സിദ്ദിഖിന് ആശ്വാസമാകുന്ന ഒരു ഇടപെടൽ അത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. റീജിത്ത്, അച്യുതനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി. ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനം. മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു സുപ്രീം കോടതി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാത്ത സാഹചര്യത്തിൽ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു സിദ്ദിഖ്. അവിടെ നിന്നും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ
മറിച്ചൊരു തിരിച്ചടിക്കുള്ള സാധ്യത കൂടിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായുള്ള കൂടിയാലോചനകളുമായി സിദ്ദീഖുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. കീഴടങ്ങാനുള്ള നീക്കം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള ആലോചനകളുമൊക്കെ സജീവമായി നിൽക്കുന്നതിനിടയിൽ ഏറ്റവും ആശ്വാസകരമായൊരു തീരുമാനം, അറസ്റ്റ് തടഞ്ഞ് ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു സിദ്ദീഖിന്. ഈ 8 വർഷത്തോളം ഈ പരാതിക്കാരി എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. 28 കേസുകൾ SIT അന്വേഷിക്കുന്നുവെന്ന് സർക്കാരിൻ്റെ അഭിഭാഷക കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ആ 29 കേസുകൾ ഇൻഡസ്ട്രിയിൽ മൊത്തമായി ഉള്ളതാണ് എന്നുള്ള കാര്യം സിദ്ദീഖിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം ആ വാദത്തിന് ശേഷം മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയായിരുന്നു. അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് അച്യുതനിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, കോടതി വ്യക്തമാക്കിയ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ ബൽറാം? റിജിത്ത്, ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് സിദ്ദിഖിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ സുപ്രീം കോടതിയിൽ നടന്നത്. പ്രധാനമായും സിദ്ദിഖിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ആദ്യം ഉന്നയിച്ച വാദം എന്നു തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ എടുത്ത കാലതാമസം എന്നുള്ളതാണ്. 8 വർഷത്തെ മുമ്പ് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിലാണ് 2024 കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചത്. ഫേസ്ബുക്കിലൂടെ യാണ് ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം കോടതിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു. തന്റെ കക്ഷി എന്നുള്ളത് ഒരു സിനിമാ താരമാണ് എന്ന കാര്യവും കോടതിയെ അറിയിച്ചു. തുടർന്നാണ് എന്തുകൊണ്ട് ഈ കാലതാമസം എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതിനെ തുടർന്നുണ്ടായ മറ്റ് സംഭവങ്ങളും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും വിശദാംശങ്ങൾ 29 കേസുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും പരാതികൾ ഉയരുകയും ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിയെ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷക ഐശ്വര്യ ഭാട്ടിയ അറിയിച്ചു. തുടർന്ന് എന്നാൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയുടെ മുന്നിൽ എത്തിക്കുകയായിരുന്നു. നേരത്തെ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ വിശദമായ കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിക്കാൻ ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ ഓരോന്നും ഗണ്ണിക്കുന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതിയിൽ സിദ്ദിഖിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ജാമ്യാപേക്ഷ എന്നുള്ളത്. ഈ കാര്യങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ട്രയൽ കോടതി നടപടികളും അന്വേഷണവും പുരോഗമിക്കട്ടെ എന്നാണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രാജ്യത്തെ തന്നെ പ്രമുഖ അഭിഭാഷകരിൽ ഒരാളായ മുകുൾ റോത്തഗിയെ ഈ കേസ് ഏൽപ്പിച്ചതിലൂടെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഈ കേസ് വാദം കേൾക്കുന്നതിനായി സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ്, ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ കേസ് കൈകാര്യം ചെയ്ത അഭിഭാഷക സംഘം, ഒപ്പം തന്നെ മുകുൾ റോത്തഗിയുടെ ഓഫീസിലെ അഭിഭാഷക സംഘം എന്നിവർ ഉണ്ടായിരുന്നു. 2 തവണ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ ഇന്നലെ വൈകിട്ടും ഇന്നുമായി ഡൽഹിയിൽ നടന്നിരുന്നു. പിന്നീടാണ് രാവിലെ 10:30 കോടതിയിലേക്ക് ഷഹീൻ സിദ്ദിഖ് എത്തിയത്. അതേസമയം സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകയെ തന്നെ ഹാജരാക്കിയിരുന്നു ഈ കേസിൽ തടസ്സ ഹർജി ഉന്നയിച്ചുകൊണ്ട്. കൂടാതെ SIT-യിലെ അംഗമായ മെറിൻ ജോസഫ്. ശ്രീ ബൽറാം, പുതുതായി പുറത്തുവരുന്ന വിവരം 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ഈ കാലയളവിൽ അറസ്റ്റ് നടപടികൾ കോടതി തടഞ്ഞു. അതായത് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് നടപടികൾ കോടതി തടഞ്ഞു. ബൽറാം, തീർച്ചയായും റിജിത്ത്, സിദ്ദിഖിന് താൽക്കാലികമായ ആശ്വാസമുണ്ടായിരിക്കുന്നു. ഉടൻ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അതേസമയം 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അതുവരെ എന്തായാലും അറസ്റ്റ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് തുടർന്ന് നിലവിലിപ്പോൾ വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നു. ഉടൻ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം വിചാരണ കോടതിയിലെ നടപടികളും അന്വേഷണവും മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്ന സമീപനം എന്നുള്ളത്. ഈ കേസിൽ ബെഞ്ച് മുൻപ് സ്വീകരിച്ച പല കേസുകളിലും അല്ലെങ്കിൽ സ്ഥിരമായി സ്വീകരിച്ചു വരുന്ന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു തീരുമാനമാണ് സിദ്ദിഖിന്റെ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. റിജിത്ത്.
ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ബലാത്സംഗ കേസിൽ സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അന്വേഷണത്തോട് സഹകരിക്കണമെന്നും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ അറസ്റ്റ് നടപടികൾ കോടതി തടഞ്ഞിരിക്കുകയാണ്. അതായത് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ് കൂടി നൽകുന്നുണ്ട്. കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നേരത്തെ ഈ പരാതിക്കാരി ഇത്രയും കാലം പരാതിയുമായി വരാതിരുന്നത് എന്ത്, അല്ലെങ്കിൽ പരാതി വൈകിയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അത്തരത്തിലൊരു നീക്കമെന്ന് മനസ്സിലാക്കുന്നു. എസ് ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനം വരുന്നു. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘം ഈ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്ത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ആസൂത്രണത്തോടുകൂടി കാത്തു നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് സിദ്ദീഖിന് ആശ്വാസകരമായ ഒരു തീരുമാനം വരുന്നത്. ഇനിയിപ്പോൾ ഒളിവിലുള്ള സിദ്ദീഖ് വെളിച്ചത്ത് വരില്ലേ? ശ്രീകാന്ത്. റീജിത്ത്, ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിധിയുടെ അന്തസത്ത, അത് വിധി ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതിയുടെ മുന്നിൽ കേവലമായ ഒരു മുൻകൂർ ജാമ്യ ഹർജി എന്ന രീതിയിലാണ് ഈ കേസ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നു. 376 വകുപ്പ് 506 വകുപ്പൊക്കെ ചുമത്തിയിട്ടുള്ള ഒരു കേസ് എന്ന നിലയിൽ മാത്രമാണ് കോടതിക്ക് മുന്നിലേക്ക് ഈ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിലെ കണ്ടെത്തലുകൾ, അതേ തുടർന്നുള്ള വെളിപ്പെടുത്തലുകൾ, ഇവിടുത്തെ നിലവിലുള്ള പശ്ചാത്തലം, അത്തരം കാര്യങ്ങളൊന്നും കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകില്ല. ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലമടക്കം, കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമടക്കം കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സമഗ്രമായ ഒരു വാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു പക്ഷേ സർക്കാരിനും സാധിച്ചിട്ടുണ്ടാകില്ല. അത് സമയത്തിന്റെ പ്രശ്നങ്ങളടക്കമുണ്ടാകും. ഒരു മുൻകൂർ ജാമ്യ ഹർജി എത്തുന്നു. ബലാത്സംഗ കേസാണ്. അതിന്മേൽ കോടതി ഉന്നയിക്കാവുന്ന ന്യായമായ സംശയം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഈ 8.5 കൊല്ലം ഈ കേസ് നൽകാതെ FIR ഇടാതെ നീണ്ടുപോയത് എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു. അതിൽ നിന്നും മനസ്സിലാവുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചോ അതേ തുടർന്നുണ്ടായ അന്വേഷണങ്ങളെക്കുറിച്ചോ പരാതികളെക്കുറിച്ചോ വെളിപ്പെടുത്തലുകളെക്കുറിച്ചോ കോടതിക്ക് കൃത്യമായ ധാരണ, കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനോ പരാതിക്കാരുടെ അഭിഭാഷകനോ നിലവിൽ സാധിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വരുന്ന മുൻകൂർ ജാമ്യ ഹർജി, അതിന്മേൽ കോടതി ഉന്നയിക്കാവുന്ന സ്വാഭാവിക സംശയം, അതായി വേണം ഇതിനെ കാണാൻ. നേരത്തെ അത് കേരളത്തിൽ ഹൈക്കോടതിയിൽ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ കോടതി അത് തള്ളിക്കളഞ്ഞതാണ്. ജസ്റ്റിസ് CS ഡേസിന്റെ ബെഞ്ച് പറഞ്ഞത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പരാതിക്കാരിക്ക് രംഗത്ത് വരാം. സുപ്രീം കോടതി തന്നെ ഇതിന് മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് ജസ്റ്റിസ് CS ഡേസ് ആ ഉത്തരവിൽ എഴുതി വെച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇക്കാര്യം സുപ്രീം കോടതിയിൽ ചർച്ചയായില്ല എന്ന് കാണാം. ഈ ഒരു ഡ്യൂറേഷൻ, വാദത്തിന്റെ ഒരു ഡ്യൂറേഷൻ നോക്കുമ്പോഴും അതാണ് മനസ്സിലാകുന്നത്. ഒരു വിശദമായ വാദത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്ന് കാണുന്നു. കോടതി ആകെ പരിഗണിച്ചിട്ടുള്ളത് ഈ കാലയളവ് മാത്രമാണ്. ഇത്രയും കാലയളവ് എന്തുകൊണ്ട് താമസിച്ചു എന്നൊരു ചോദ്യം വരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ട്. ബാക്കി കാര്യങ്ങൾ സർക്കാർ ബോധിപ്പിക്കാൻ അവർക്ക് സമയവും കൊടുത്ത് കേസ് മാറ്റുകയാണ് കോടതി ചെയ്തത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് ഒരു ജുഡീഷ്യൽ പരിശോധന, ആഴത്തിൽ ഉള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകാത്തത് സിദ്ദീഖിന് അനുകൂലമായി എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് വെറും കൈയോടെ തിരുവനന്തപുരത്തേക്ക് മടങ്ങാം. ഇതിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിന്മേൽ അടുത്ത വ്യവസ്ഥകൾ അതിനുവേണ്ടി കോടതിയിലോ അല്ലെങ്കിൽ പോലീസിന് മുൻപാകെയോ ഹാജരാകേണ്ടിയും വരും. സിദ്ദീഖിന് അതൊക്കെ തന്നെ ഇനി തിരുവനന്തപുരത്തായിരിക്കും, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലായിരിക്കും അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ വിശദമായ റിപ്പോർട്ട് ഒരു പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ സമർപ്പിക്കാനും സാധ്യതയുണ്ട്. അതിലായിരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ വെളിപ്പെടുത്തലുകളും അതിലെ പരാതികളും അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഒരുപക്ഷെ എത്തിക്കാൻ കഴിയുക. മുൻകൂർ ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ തൽക്കാലം ഇനിയൊരു സുപ്രീം കോടതിയിലെ നിയമയുദ്ധത്തിലൂടെ സിദ്ദീഖിനെ അഴിക്കുള്ളിലാക്കാമെന്ന മൂഢവിശ്വാസമൊന്നും സർക്കാരിനും കാണാൻ വഴിയില്ല. കണ്ടിടത്തോളം അയഞ്ഞ സമീപനം, എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർത്തു സർക്കാർ എന്നാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറം ഒരു അയഞ്ഞ സമീപനമാണ് കാണാൻ സാധിക്കുന്നതും. കാരണം പോലീസിന് എന്തായാലും സിദ്ദീഖ് ഹൈഡ് ചെയ്തത് എവിടെ എന്നുള്ള കാര്യം കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അതിനുവേണ്ടി ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായോ എന്നുള്ള കാര്യം സംശയമാണ്. പരാതിക്കാരുടെ അഭിഭാഷകനും അക്കാര്യം ഉന്നയിച്ചിരുന്നു. അതിനും അപ്പുറത്തേക്ക് സുപ്രീം കോടതിയിൽ വിശദമായ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനും കഴിഞ്ഞതുമില്ല. സിദ്ദീഖിനെ ആശ്വസിക്കാം,
സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ കിട്ടിയിരിക്കുന്നു. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ഉണ്ടാകില്ല. ഇനി 2 ആഴ്ചയ്ക്ക് ശേഷം ഇത് പരിഗണിക്കുമ്പോൾ പോലും മതിയായ സമയം സിദ്ദിഖിന് കിട്ടുകയാണ്, സിദ്ദിഖിന്റെ അഭിഭാഷകർക്ക് കിട്ടുകയാണ്. ഇനി ഒരു അറസ്റ്റിലേക്കൊന്നും കാര്യം പോകുമെന്ന് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മുൻകൂർ ജാമ്യം തള്ളി സിദ്ദിഖിന് ജാമ്യമില്ലാത്ത അതിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ഐ തിങ്ക് പാരാ നമ്പർ 77 ആണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നു ഒരു സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒഴിച്ച് എല്ലാവരും അതിനകത്ത് അക്യൂസ്ഡ് പേഴ്സൺ ആണ്. സോ ദർ ഇസ് എവറി റീസൺ ടു ബിലീവ് ദാറ്റ് ദിസ് പേഴ്സൺ മസ്റ്റ് ബി ആൻ അക്യൂസ്ഡ് ഇൻ ദാറ്റ് കേസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിപ്പറ്റീഷൻ ഇൻഫെക്ച്വസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ എന്നെ കേൾക്കാൻ സമ്മതിച്ചില്ല. ഞാൻ സ്റ്റേറ്റ് അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ലോക്കൽ സ്റ്റാൻഡി ഇല്ലാണ്. ക്രിമിനൽ കേസാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് ലോക്കൽ സ്റ്റാൻഡി ഇല്ലെന്നുള്ള വസ്തുത തന്നെയാണ്. എങ്കിലും ഐ വിൽ കം അഗൈൻ വിത്ത് റിപ്പറ്റീഷൻ. ഓക്കെ, താങ്ക് യു. താൽക്കാലിക തിരിച്ചടി എന്നുള്ളതല്ല ഇത് എൻ്റെ ഒരു വിക്ടിമിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഇത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനനുസരിച്ചിട്ട് എത്രയധികം വിക്ടിംസിനകത്ത് വരാമോ അവരെല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള കോടതി നമ്മളെ കേട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് ക്രിമിനൽ പെറ്റീഷനിൽ സാധാരണഗതിയിൽ സർക്കാരിനും ഈ കാര്യങ്ങൾ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, എന്താണ് ഈ കേസിന്റെ ഗൗരവം എന്നുള്ളത് കൃത്യമായി കേൾക്കാൻ ശ്രമിച്ചില്ല. ആക്ച്വലി ഈ കേരള ഹൈക്കോർട്ടിന്റെ ഓർഡറിൽ ഈ ബെയിൽ ഓർഡറിൽ തന്നെ പാരാ നമ്പർ 20 പേജ് നമ്പർ 20 പാരാ നമ്പർ 24 അതിൽ തന്നെ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബേസിലാണ് ഈ ബെയില് ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്, ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അറ്റ്ലീസ്റ്റ് ഈ കോടതി പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് എൻ്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണത്. കാരണം ഈ ഹേമ കമ്മിറ്റി അറ്റ്ലീസ്റ്റ് ബെയിൽ ഈ ഓർഡർ ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതി വാങ്ങിക്കേണ്ടതായിരുന്നു. ആ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്, പക്ഷേ കോടതി നമ്മളെ കേൾക്കാൻ അനുവദിച്ചില്ല. അനുവദിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ റിപ്പറ്റീഷനായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ജസ്റ്റിസ് ഈസ് ടു ബി ഇമ്പോർട്ടൻറ്റ് ടു ഓൾ. എല്ലാവർക്കും നീതി വേണമല്ലോ. റിജിത്ത്, ഈ കേസിലെ റിട്ട് ഹർജി സമർപ്പിച്ചിരുന്ന ഒരു അഭിഭാഷകനാണ് അദ്ദേഹം. ഈ മതിയായ കാര്യങ്ങൾ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ, എന്താണ് ഹേമ കമ്മിറ്റി എന്നോ അതിൻ്റെ ഗൗരവം എന്ത് എന്നുള്ളത് വിശദീകരിക്കാനുള്ള സമയം ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ റിട്ട് ഹർജി സമർപ്പിക്കാൻ കോടതി അനുവദിച്ചില്ല ഇന്ന്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഈ സിദ്ദിഖ് കേസിൽ നടന്നത്. പ്രധാനമായും അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് ഈ കേസിലെടുത്ത കാലതാമസം എന്നുള്ളതാണ്. പരാതി നൽകാൻ 8 വർഷത്തിലേറെ സമയം എടുത്തു എന്നുള്ളത് തന്നെയായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. ആദ്യ വാദം തന്നെ അതായിരുന്നു മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ഉന്നയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ കാര്യം കോടതി തിരിച്ചു ചോദിക്കുകയായിരുന്നു സംസ്ഥാനത്തോട്, എന്തുകൊണ്ട് ഈ കാലതാമസം എന്നുള്ളത്. എന്നാൽ ആ കാര്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുയർന്ന പരാതികൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കിയ ഉടനെ 29 പരാതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ലഭിച്ചു എന്നും ഇത് മലയാള സിനിമയിലെ മാത്രമല്ല പൊതുവായി ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇത് പരാമർശിക്കുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എങ്കിൽ പോലും ഈ കാലതാമസം എന്ത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ, എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവം, ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പരാതികൾ ഓരോന്നായി പുറത്തു വന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം ലഭിച്ചില്ല പ്രധാന എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഉണ്ടായത്. തുടർന്ന് ഇക്കാര്യത്തിൽ സിദ്ദിഖിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയായിരുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാം എന്ന് തീരുമാനിക്കുകയും ഒപ്പം തന്നെ ഈ അതുവരെയും സിദ്ദിഖിന്റെ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആയിരുന്നു. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ച് മുൻ കേസുകളിൽ, സമാനമായ കേസുകളിൽ എടുത്തിരുന്ന തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു തീരുമാനം എടുത്തിരുന്നു. എങ്കിൽ പോലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ അതിജീവിതയ്ക്കും ഉണ്ടായിരുന്നു. എന്നാൽ ബെഞ്ച് ഇന്ന് സാധാരണ നിലയിൽ ഉച്ചയൂണിനായി 1 മണി മുതൽ 2 മണി വരെ പിരിയേണ്ടത് ഒഴിവാക്കിക്കൊണ്ട് കേസുകൾ അതിവേഗം പരിഗണിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. ഏതാണ്ട് 1:28 സിദ്ദിഖ് കേസ് പരിഗണിച്ചത്. ഉടൻ തന്നെ മുകുൾ റോത്തഗി ഈ കേസ് തൻ്റെ കക്ഷി ഒരു സിനിമാ താരമാണ് എന്നും സിനിമാ നടനാണ് എന്നും ഈ കേസ് 8 വർഷം മുമ്പ് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ ഈ വർഷം
2024 പരാതി നൽകിയത് എന്നും ഫേസ്ബുക്കിലൂടെയുണ്ടായ മറ്റ് ആശയവിനിമയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഈ കാലതാമസത്തിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങുകയും വിശദമായി ഈ കാര്യം എന്ത് എന്ന് പരിശോധിക്കാൻ അതിരിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് സിദ്ദിഖിന് അനുകൂലമായ ഒരു തീരുമാനം അല്ലെങ്കിൽ സിദ്ദിഖിന് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കോടതി തീരുമാനം വന്നതിന് ശേഷം പ്രതികരിക്കാനില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് 24-നോട് വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥയുടെ പ്രതികരണത്തിലേക്ക്. എന്താണ് ഒരു അടുത്തൊരു ഘട്ടം? എന്താണ്? നോ ഒഫീഷ്യൽ കമന്റ് ഷോ. ഇറ്റ് ഈസ് ടു ഏർലി ടു സേ എനിത്തിങ്. ഒരു തിരിച്ചടി എന്ന രീതിയിൽ കാണാൻ കഴിയുമോ ഇതിന്? നോ ഒഫീഷ്യൽ കമന്റ് ഫ്രം മൈ സൈഡ്. ബലാത്സംഗ കേസിൽ 2 ആഴ്ചത്തേക്ക് സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി. അന്വേഷണത്തോട് സഹകരിക്കണമെന്നും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ വിശദമായ ഒരു വാദത്തിലേക്കൊന്നും കാര്യങ്ങൾ കടന്നില്ല. കാലതാമസം ഉൾപ്പെടെയുള്ള ഈ പരാതി മുന്നിൽ വരാനുണ്ടായ കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ പിന്നീട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വളരെ വിശദമായി ആ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുകയല്ല, ചില ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ കാലയളവ് വരെ അറസ്റ്റ് തടയുന്ന സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകുന്നു. ഈ ഉത്തരവിൻ്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ അച്യുതൻ? നിലവില് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നതാണ്. ആ കാലയളവ് വരെ സിദ്ദിഖിന്റെ അറസ്റ്റ് നടപടികൾ ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇതിൽ ഈ കാലതാമസം, അതായത് പരാതിക്കാരി 8 വർഷം എന്തുകൊണ്ട് ഈ പരാതി നൽകുവാൻ വേണ്ടി എടുത്തു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനോട് ഒരു വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. കാരണം ഹൈക്കോടതിയിൽ ഈ കാലതാമസം സിദ്ദിഖിന് അനുകൂലമായില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ആ കാലതാമസം തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയതും. അതനുസരിച്ചുകൊണ്ടൊരു ആശ്വാസകരമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് സിദ്ദിഖിന് അനുകൂലമായി ഉണ്ടായതും. കാരണം ഈ കേസ് പരിഗണിക്കുന്ന, ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ സിദ്ദിഖിന്റെ അഭിഭാഷകൻ അത് ചൂണ്ടിക്കാട്ടി. 2024 പരാതി നൽകിയത്. ഈ കാലയളവ്, ഈ 8 വർഷം എന്തിനെടുത്തു എന്നുള്ള കാര്യങ്ങൾ, അതിനെ തുടർന്നാണ് സുപ്രീം കോടതിയും അത് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകയോട് ചോദിച്ചത്. ഈ 8 വർഷം എന്തുകൊണ്ടാണ് പരാതി നൽകാനായി വൈകിയത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി. അപ്പോൾ മാത്രമല്ല, അതേ സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷക മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയാണ് ഉണ്ടായത്. സിദ്ദിഖ് ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു പ്രധാന നടനാണ്. ഫേസ്ബുക്ക് വഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ചൂണ്ടിക്കാട്ടി. പക്ഷേ സുപ്രീം കോടതി അപ്പോഴും ഉയർത്തിയത് ഈ കാലതാമസം, പരാതി നൽകാൻ സ്വീകരിച്ച കാലതാമസം, അത് എന്തുകൊണ്ടാണ് അത്തരമൊരു. ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ബൽറാം നെടുങ്ങാടിയുടെ കൈവശം പുതിയ വിവരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ബൽറാമിലേക്ക്. ബൽറാം, ഈ റിജിത്ത് ഈ സുപ്രീം കോടതിയിൽ നിന്നും ഈ കേസിൽ തടസ്സ ഹർജിയുമായി അഭിഭാഷകർ എത്തിയിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാനും കോടതി തയ്യാറായില്ല, അത് തള്ളുകയായിരുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളത് അതിവേഗം എടുത്ത ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തൻ്റെ വാദങ്ങൾ പൂർണ്ണമായും, തനിക്ക് ഇക്കാര്യങ്ങൾ പൂർണ്ണമായും കോടതിക്ക് മുന്നിൽ അറിയിക്കാൻ, ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അഭിഭാഷകൻ അജീഷ് കളത്തിൽ വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോടതിയിൽ നിന്നും ഇത്തരത്തിൽ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവം അത് എത്രത്തോളമാണ് എന്നുള്ളത് അറിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധി ഉണ്ടാകുമായിരുന്നു എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഒരു കേസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഉണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉണ്ടായത്. എന്നാൽ എന്താണ് ഈ റിപ്പോർട്ട് എന്നും ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ത് എന്നുള്ളത് കോടതി നേരത്തെ പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുമാണ് ഈ അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ റിട്ട് ഹർജി നൽകിയിരുന്ന അഭിഭാഷകൻ അജീഷ് കളത്തിൽ ചേരുകയാണ് 24-നൊപ്പം. എന്തായിരുന്നു നിങ്ങളുടെ ആവശ്യം ഈ ഹർജി? ഞാനതൊരു ക്രിമിനൽ ഒരു തടസ്സ ഹർജി ഉന്നയിച്ചിരുന്നു. റിട്ട് പെറ്റീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്.
പക്ഷേ അത് സാധാരണഗതിയിൽ ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ഈ കേവിയറ്റ് പെറ്റീഷൻസ് അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ആർ യു ദ സ്റ്റേറ്റ് എന്നൊരു ക്വസ്റ്റ്യനാണ് എന്നോട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാദഗതി ഉന്നയിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്, നമുക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ്. എങ്കിലും ഞാൻ എൻ്റെ റിട്ട് പെറ്റീഷനായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതേസമയം വളരെ പെട്ടെന്നാണ് നടപടികൾ നടന്നത്. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് വിശദീകരിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചില്ല എന്ന് തോന്നുന്നു? തീർച്ചയായും ലഭിച്ചില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ അതായത് ഈ കേരള ഹൈക്കോർട്ടിൻ്റെ, അതായത് സിദ്ദിഖിൻ്റെ ബെയിൽ ഓർഡർ ഡിസ്മിസ് ചെയ്തിരിക്കുന്ന ബെയിൽ ഓർഡറിൽ പാര നമ്പർ 24 അതിൽ കേരള ഹൈക്കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ റെഫർ ചെയ്തിട്ടാണ് ഒരു ഡിസ്മിസൽ ഓർഡർ പാസ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഹേമ കമ്മിറ്റി, അപ്പോൾ അതിൽ തന്നെ നമുക്ക് അതിൽ ഈ 8 years ഡിലേ എങ്ങനെ വന്നു എന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനാണ്. ഡിലേ ഇൻ FIR, ലോഡ്ജിങ് ഇൻ FIR, ഡിലേ ഇൻ 2 hours ഈസ് ഫാറ്റൽ, ദാറ്റ് ഈസ് എ ലോ. പക്ഷേ ഈ പിന്നെ സെക്ഷൽ ഓഫൻസസിൽ ഡിലേ ഇൻ FIR അതിന് പല കാരണങ്ങളുണ്ട്. വിക്ടിംസിന് പല കാരണങ്ങളുണ്ടാവാം. അവർക്ക് ഉണ്ടാകുന്ന അവരനുഭവിക്കുന്ന സ്റ്റിഗ്മ, സോഷ്യൽ സ്റ്റിഗ്മ, ഇതുമൂലം അവർ മുന്നോട്ട് വരാൻ റെഡിയാകുന്നില്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജം, അതിലാണ് ആൾക്കാർ ഈ പോലീസിനെ സമീപിക്കാനും മറ്റു കാര്യങ്ങളും FIR മറ്റു കാര്യങ്ങളിൽ നീങ്ങിയത്. അതായത് ഇൻഡിവിജ്വൽ കംപ്ലൈൻറ്റിൻ്റെ ബേസിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോഗ്നൈസബിൾ ഒഫൻസസ്, മൾട്ടിപ്പിൾ കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ആയിട്ടും പോലീസ് അതിൻ്റെ ബേസിൽ FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് റെഡിയാകുന്നില്ല. അപ്പോൾ ഈ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതായത് സംസ്ഥാന സർക്കാരിന് ഇത് വിശദീകരിക്കാൻ ശ്രമിച്ചില്ല എന്നാണോ, അവസരം ലഭിച്ചില്ല എന്നാണോ? സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ ആ ഡിലേ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകുവാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് സാധിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. കാരണം ദ വിക്ടിംസ് ഇൻ ദിസ് കേസ് വാസ് ക്രിമിനലി ഇൻറ്റിമിഡേറ്റഡ്, ദേ വെയർ സൈലൻസ്ഡ്, സോ ദേ കുഡ് നോട്ട് കം ടു ലൈറ്റ്, ദേ കുഡ് നോട്ട് അപ്രോച്ച് ദ പോലീസ് അതോറിറ്റീസ്. അതിജീവിതയുടെ തടസ്സഹർജി ഉണ്ടായിരുന്നു, അവരുടെ അഭിഭാഷക സ്വീകരിച്ചൊരു അവരുടെ അഭിഭാഷക സ്വീകരിച്ച അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഞാൻ എന്തായാലും റിട്ട് പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകും. അതിൽ എന്തായാലും ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എല്ലാവർക്കും നീതി വേണമല്ലോ. റിജിത്ത്, ഇക്കാര്യത്തിൽ പോരാട്ടം തുടരും, എല്ലാവർക്കും നീതി വേണമല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിട്ട് ഹർജി അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഈ കേസിൽ പ്രധാനമായും വളരെ ചുരുങ്ങിയ ഒരു വാദം, നടപടിക്രമങ്ങൾ മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായും സിദ്ദിഖിന്റെ അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകനായ മുകുൾ റോത്തഗി ഉന്നയിച്ച ഈ കേസിൽ എടുത്ത കാലതാമസം, 8 വർഷത്തിലേറെ സമയമെടുത്തു പരാതി നൽകാൻ എന്നുള്ള പ്രധാന വാദം, അതിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു കോടതി തീരുമാനം എടുത്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിലുള്ള സർക്കാരിന്റെ വിശദീകരണവും തുടർന്ന് ഉടൻ തന്നെ കോടതി ഇക്കാര്യം സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും തുടർന്ന് 2 ആഴ്ചത്തേക്ക് ശേഷം വീണ്ടും പരിഗണിക്കാൻ നീട്ടിവെക്കുകയും അതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനവും എടുക്കുകയായിരുന്നു. മറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ത് എന്നോ, അത് വരാനുണ്ടായ സാഹചര്യം എന്ത്, ഇത്തരത്തിൽ പരാതി ഉയരാനുണ്ടായ സാഹചര്യം എന്ത് എന്നീ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ വാദങ്ങളിലേക്കോ മറ്റും കോടതി പോയില്ല. മറിച്ച് അത് വിചാരണയുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കട്ടെ, ഒപ്പം അന്വേഷണവും നടക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് സുപ്രീം കോടതി എടുക്കുകയായിരുന്നു. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഉടൻ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിൽ ഈ അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം സിദ്ദിഖിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ അഭിഭാഷകർ, സുപ്രീം കോടതി അഭിഭാഷക മുകുൾ റോത്തഗിയുടെ ഓഫീസിൽ നിന്ന് പോലും എത്രത്തോളം അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത്. ഏറ്റവും മോശം ഒരു തീരുമാനം പോലും, അത്തരത്തിലുള്ളൊരു സാഹചര്യം പോലും പ്രതീക്ഷിച്ചിരിക്കാനുള്ള നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് തിരിച്ചടി ഉണ്ടായാൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം, എന്ത് സമീപനം സ്വീകരിക്കണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നിയമോപദേശം തേടിയിരുന്നു. ഇത്തരത്തിൽ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഈ കാലയളവിൽ സിദ്ദീഖിന്റെ അറസ്റ്റ് നടപടികൾ കോടതി തടഞ്ഞിട്ടുണ്ട്. ശ്രീകാന്ത് കൂടി ചേരുകയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇപ്പോഴാ ഉത്തരവിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. വളരെ വിശദമായി വളരെ ആഴത്തിലുള്ളൊരു പരിശോധന ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. പക്ഷേ ചില ചോദ്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി.